എന്തായാലും സാജിദ്, നമ്മുടെ ഈ രക്ഷാദൌത്യത്തിലെ ഏറ്റവും ഒരു നിർണായകമായ ഘട്ടമായി ഇത് മാറുകയല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും പ്രതീക്ഷയുള്ള, ഒരുപാട് പേർ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് എല്ലാം അവസാനിച്ചു എന്നിടത്തു നിന്ന് വലിയൊരു പ്രതീക്ഷയാണ് ഇത്. ഒറ്റ ജീവന്റെ പ്രതീക്ഷയല്ല, മറിച്ച് ഇനിയും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളതിന്റെ പ്രതീക്ഷയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൌത്യമാണ്. തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നു. ഇതിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി ഈ തെർമൽ സ്കാനർ പരിശോധിക്കുന്ന ഏജൻസികൾ പറയുന്നത് ഈ പൊളിഞ്ഞ കടമുറിയുടെ അവിടെ നിന്ന് രണ്ടാമത്തെ മുറിയുടെ തറയിലാണ് എന്നുള്ളതാണ്. ഇതൊരു വീടല്ല, മറിച്ച് ഒരു കടയാണ്. ഈ രാത്രിയിൽ ഈ കടയിൽ ആള് ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ വലിയ ഈ മലവെള്ളപ്പാച്ചിൽ അവിടെ ആള് വന്ന് അടിഞ്ഞ് താഴ്ചയിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്നൊന്നും വ്യക്തമല്ല. ഇതിൽ മനുഷ്യനാണ് എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. കാരണം ശ്വാസം എടുക്കുന്ന ഏത് ജീവിയുടേതാകും, ആ ജീവി ഏതാണെന്ന് കണ്ടെത്താനോ, ആ ജീവി വലിയ ജീവിയാണോ ചെറുതാണോ എന്ന് കണ്ടെത്താനും ഉള്ള സാങ്കേതിക സംവിധാനമില്ല. മറിച്ച് ശ്വാസം ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നു. അതോടൊപ്പം അത് ഒരേ സ്ഥലത്ത് തന്നെ തുടരുകയും അത് നിരന്തരം തുടരുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പറഞ്ഞ ഈ തെർമൽ സ്കാനറിൽ കൃത്യമായി ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ കടമുറി സൈനിക ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് പരിശോധിക്കുകയാണ്. അതിന് അകത്തുള്ള ഇപ്പോൾ കാണുന്നത്, അതായത് ആ ഒരു കെട്ടിടം പൊളിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. കാരണം അത് JCB എത്തണം, വെളിച്ച സംവിധാനമൊക്കെ എത്തണം. ഇപ്പോൾ അതിനകത്തുള്ള ആ ഒരു മുറി നമ്മൾ പറഞ്ഞല്ലോ, ഇവിടുന്ന് പോകുമ്പോൾ നാലാമത്തെ മുറിയായിട്ട് വരും. അവിടെ നിന്ന് രണ്ടാമത്തെ മുറി, ആ മുറിക്ക് താഴെയാണ് ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാന്നിധ്യ സാമഗ്രികളൊക്കെ തന്നെ സന്നദ്ധ പ്രവർത്തന സഹായത്തോടുകൂടി മാറ്റുന്ന ആദ്യത്തെ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഹിറ്റാച്ചിയും അതോടൊപ്പം തന്നെ വെളിച്ച സംവിധാനം എത്തിയതിനു ശേഷം മാത്രമേ, കാരണം പൊളിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ രക്ഷാപ്രവർത്തകരടക്കം മാധ്യമപ്രവർത്തകരടക്കം നിരവധി രക്ഷാപ്രവർത്തകരും എല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി സുരക്ഷ പരിഗണിച്ച് വേണം ഈ പൊളിക്കൽ നടപടിയിലേക്ക് പോകാൻ. ആ പൊളിക്കൽ നടത്തിയതിനു ശേഷം അതിന്റെ തറ മാന്തിയേണ്ടി വരും. കാരണം 50 മീറ്റർ അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞു, 50 മീറ്റർ വരെ താഴെ വരെ മാന്തി നോക്കാം. അതേ ബ്രീത്തിങ് കിട്ടുന്നതിന്റെ അളവല്ല, അതുവരെ സിഗ്നൽ ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ശിശിരത്തിലൂടെ വരെ ഈ ശ്വാസം എടുക്കാൻ കഴിയും. അങ്ങനെ 6 ദിവസം വരെ ആരോഗ്യമുള്ള മനുഷ്യന് ജീവൻ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. ഈ സൈനിക ഉദ്യോഗസ്ഥരും ഏജൻസിയിലെ ജീവനക്കാരും തമ്മിൽ ഉള്ള ആശയവിനിമയമാണ് ഇത്. ഈ യുദ്ധ സമയങ്ങളിലും മറ്റും സൈന്യം ഉപയോഗിക്കാറുണ്ട്. സൈന്യത്തിന് വേണ്ടി നിരന്തരം ജോലി ചെയ്യുന്ന ഏജൻസി തന്നെയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ആദ്യം അത്തരം ഒരു പ്രതീക്ഷ വരികയും പിന്നീട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടു. അത് ഒരു മനുഷ്യ ജീവനാണ്. അത് കൃത്യമായി ഈ സിഗ്നൽ ലഭിച്ച ശേഷവും അത് എത്ര പാതിരാത്രി ആയാലും പൊളിച്ച് എടുക്കണം, പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. ഇല്ലാതെ അടുത്ത ഈ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞ് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും വലിയ അപകടത്തിലേക്ക് പോകും. ഇപ്പോൾ എന്തായാലും നമ്മൾ കാണുന്നത് ആ കടമുറിയിലെ മുഴുവൻ സാധന സാമഗ്രികളും മാറ്റുകയാണ്. സാധന സാമഗ്രികൾ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്നത് ഈ പൊളിക്കുക എന്നുള്ളതാണ്. ഈ കെട്ടിടം JCB ഉപയോഗിച്ച് പെട്ടെന്ന് പൊളിച്ചു മാറ്റി ആ തറ മാന്തി പരിശോധന നടത്തുക എന്നുള്ളതാണ്. കാരണം ഒരു വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഈ സമയത്തുള്ളത്. സാജിദ്, ഈ ഒരു രക്ഷാദൌത്യത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു ആദ്യത്തെ ദൌത്യം എന്ന് പറയുന്നത് ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിൽ കുടുങ്ങുന്ന ആൾക്കാരെ കണ്ടെത്തുന്നു. അങ്ങനെ ആ അർത്ഥത്തിൽ ആദിവാസി കുടുംബത്തെ പോലും ഒരു കാട്ടിന്റെ അകത്തുനിന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ഒരു വലിയ ദൌത്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവന്റെ സ്പന്ദനം ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ആകെ ദൌത്യത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി അത്ര ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാവും അല്ലെ? തീർച്ചയായും. അതായത് ഏറ്റവും പ്രതീക്ഷയുള്ള, നമ്മൾ കുടുങ്ങിക്കിടന്ന തോട്ടം തൊഴിലാളികളെ, അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ, കന്നുകാലികളെ വരെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഉള്ള ഒരു സിഗ്നൽ ലഭിക്കുന്നത്. നേരത്തെ ഈ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായി
നടത്തിയ പരിശോധനയിൽ നായ്ക്കൾ ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. 13 മൃതദേഹങ്ങൾ ഇങ്ങനെ ഈ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായി കണ്ടെടുത്തതാണ്. ഇപ്പോഴൊരു ജീവന്റെ തുടിപ്പ് എന്നുള്ളത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അത് ഒരിക്കലും അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഇത് ഈ രക്ഷാ ദൌത്യം, ഈ പരിശോധന തൽക്കാലം ഇന്ന് നിർത്തുന്നു, അത് നാളെ തുടരാമെന്നുള്ളതായിരുന്നു ഈ സൈന്യവും അതുപോലെ തന്നെ ഈ ഏജൻസിയും സംയുക്തമായി തീരുമാനിച്ചത്. പക്ഷേ ഈ വാർത്തകൾ നിർത്തുന്നു എന്ന് വന്നതോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ജില്ലാ കളക്ടർക്ക് അത് തുടരണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. 2 കാര്യങ്ങളാണ് ഇനി ഇങ്ങോട്ട് എത്താനുള്ളത്. ഒന്ന്, ഇത് പൊളിക്കുന്നതിനുള്ള ഹിറ്റാച്ചി, മറ്റൊന്ന് ഈ വെളിച്ചം എന്നുള്ളത്. വലിയ രീതിയിൽ വെളിച്ച സംവിധാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ JCB ഉപയോഗിച്ച് ഇത് പൊളിച്ച് മാറ്റാൻ കഴിയും. ഈ കടമുറിയിലുള്ള മറ്റ് സാധന സാമഗ്രികൾ എല്ലാം തന്നെ എടുത്ത് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. വലിയൊരു പ്രതീക്ഷയും പ്രാർത്ഥനയുമായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ മലയാളികൾ, ലക്ഷക്കണക്കിന് മലയാളികൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. കാരണം നമ്മുടെ ഈ ഒരു മുണ്ടക്കൈ അല്ലെങ്കിൽ ഇവിടെ ഉരുൾപൊട്ടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല വേദനിച്ചത്, കേരള മലയാളികൾ ഉടനീളം വേദനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഫോൺ വിളികളും മറ്റുമൊക്കെ വരുന്നതോടുകൂടി പിന്നെ അതിന് പിന്നാലെ നമുക്ക് ഒരു അപ്ഡേറ്റ് കൂടെ കിട്ടുകയാണ്. അതായത് റഡാർ ഇപ്പൊ നമ്മൾ നേരത്തെ കടയുടെ പുറത്തുനിന്നുള്ള ഒരു പരിശോധനയാണ് നടത്തിയെങ്കിൽ കടയിലെ സാധന സാമഗ്രികളൊക്കെ മാറ്റിയതിന് ശേഷം കടയ്ക്കകത്ത് നടത്തുകയാണ്. അതായത് ഈ തെർമൽ ഈ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള സിഗ്നൽ വളരെ കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഏതായാലും അവിടെ ഒരു പിന്നെ ഒരു ശ്വാസത്തിന്റെ ഒരു ജീവന്റെ ഒരു അംശമുണ്ട് എന്ന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഇപ്പോ പിന്നെ പരിശോധനകൾ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതായത് ഇപ്പോൾ ആ റഡാർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അതായത് ഈ അകത്തുള്ള സാധന സാമഗ്രികളൊക്കെ മാറ്റിയതിനു ശേഷം ആ റഡാറിന്റെ പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. അത് നമുക്ക് എവിടെയാണെന്നുള്ളത്, ഏത് ഭാഗത്താണ് എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. അതായത് റഡാർ അത് ഉപയോഗിച്ച സ്വകാര്യ ഏജൻസി പറഞ്ഞത് ശ്വാസം ഇതുണ്ട്, അത് സ്റ്റാറ്റിക് ആയിട്ട് അത് ഒരു സ്ഥലത്ത് തന്നെ മൂവ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ജീവികളൊക്കെ ആണെങ്കിൽ, പാമ്പോ അങ്ങനെ എന്തെങ്കിലും ജീവികളൊക്കെ ആണെങ്കിൽ അത് മൂവ് ചെയ്യും. പക്ഷേ അത് ഒരിടത്ത് തന്നെ നിൽക്കുകയാണ്, അതായത് സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഏത് ജീവിയുമാകും, അത് മനുഷ്യനാണെന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനെ ഉറപ്പാക്കാനുള്ള സാങ്കേതിക വിദ്യ അതിലില്ല. ശ്വാസം വിടുന്ന ഏത് ജീവിയുമാകാം എന്നുള്ളതാണ് അതിന്റെ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് തെർമൽ റഡാറിലൂടെ അറിയാൻ പറ്റുക. അതേസമയം അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്രയും വലിയൊരു പ്രളയം ഉണ്ടായതിന്റെ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെ ഒരുപക്ഷെ അതിന്റെ അടിയിൽ വന്ന് അടിഞ്ഞു വീണതാവാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. ഇതൊരു വീടല്ല, അതുകൊണ്ട് വീടിനകത്തുള്ള ഒരു എന്ന് പറയാൻ പറ്റില്ല. ഒരു കടയാണ്, കടമുറിക്കകത്ത് ആരും കിടന്നുറങ്ങിയതായിട്ടും അങ്ങനെയൊന്നും നമുക്ക് വിവരങ്ങളില്ല. കടയുടമകളായിട്ടൊക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേസമയം നമുക്കറിയാം ഭൂമിയെ തന്നെ, ആ ഭൂമിയുടെ അവസ്ഥ തന്നെ മാറ്റിമറിച്ചൊരു ഉരുൾപൊട്ടലാണ്. സ്വാഭാവികമായും അത്തരം ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒരുപക്ഷെ ഏതെങ്കിലും ജീവനുകൾ ഇതിനിടയിൽ അടിയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഒരു ജീവന്റെ ശ്വാസം, ജീവന്റെ ഒരു അംശം കിട്ടിയ ഒരു സാഹചര്യത്തിൽ അവിടെ കൃത്യമായ പരിശോധന നടത്തുക. അപ്പൊ അത് ആ മുറിക്കകത്ത് തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തുകയാണ്. ഈ ഒരു മുറി ആദ്യം നമ്മളോട് അവരുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ തെർമൽ സ്കാനർ പറഞ്ഞ ഉദ്യോഗസ്ഥർ ആദ്യത്തെ അവിടെ നിന്ന് 2ാമത്തെ മുറിയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അടുത്ത മുറി കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം എവിടെയാണ് കൃത്യമായ സിഗ്നൽ എന്നത് കണ്ടെത്തി കഴിഞ്ഞാലാണ് അതിനനുസരിച്ച് ആ കടമുറി പൊളിച്ചുകൊണ്ട് അതിനെ തറ മാന്തിക്കൊണ്ട് സുരക്ഷിതമായി തന്നെ ആ ഒരു ദൌത്യം സൈന്യത്തിന് പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു സിഗ്നൽ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പരിശോധന റഡാർ പരിശോധനയാണ് ശരിക്കും നമുക്ക് കൃത്യമായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി ഈ രക്ഷാദൌത്യത്തിലേക്ക് എത്തുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇതൊരു വളരെ സമഗ്രമായ ഒരു ദൌത്യത്തിലേക്ക് മാറുകയാണ്.
ഒരുപക്ഷെ ഈ ഒരു ഉരുൾപൊട്ടൽ ചൂരൽമല ഉരുൾപൊട്ടൽ ദൌത്യത്തിലെ മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദൌത്യത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തമായി ഏറ്റവും നിർണായകമായ ഒരു ഓപ്പറേഷനായി ഇത് മാറുകയാണ്. കാരണം ഇതുവരെ നമ്മൾ എവിടെയൊക്കെയാണോ ജീവനുണ്ടെന്ന് കണ്ടെത്തിയത് അവിടെയൊക്കെ തന്നെ നമ്മൾ രക്ഷപ്പെടുത്തിയിരുന്നു. വനപാലകർ കാടുകൾ മുഴുവൻ അരിച്ചു പറക്കി അവിടെ കഴിഞ്ഞ ദിവസം സൂചിപ്പാറയുടെ മുകളിലും താഴെയുമായി ഉണ്ടായിരുന്ന ആദിവാസികൾ ജീവനുകളെ പോലും വലിയ സാഹസപ്പെട്ട് അവർ എടുത്ത് പുറത്തു കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അകപ്പെട്ട് കിടന്നവർ എല്ലാ പേരെയും പിന്നെ എത്തിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ സ്വാഭാവികമായും ഇവിടെ ഒരു ജീവന്റെ സ്പന്ദനം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ മുകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നീക്കാൻ മുകളിൽ ഒരു നായ നിന്ന് ബഹളം ഉണ്ടാക്കിയൊന്ന് മാറ്റിയതാണ് ആ ദൃശ്യങ്ങൾ. എന്തായാലും റഡാറിന്റെ പരിശോധന തുടരുകയാണ്. കാരണം ഇതുള്ള കൃത്യമായി ഒരു സ്റ്റാറ്റിക്കായി എന്ന് പറയുമ്പോൾ പോലും 50 മീറ്ററിന് താഴെ വരെയുള്ള സിഗ്നൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു കൃത്യത വരുത്തിയാൽ സ്വാഭാവികമായിട്ടും ഏത് ഭാഗമാണ് പൊളിക്കേണ്ടത്, ഏത് ഭാഗമാണ് മാന്തി പരിശോധിക്കേണ്ടത് നമുക്കറിയാലോ. ഒരു ജീവൻ അകത്തുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷ്മതയോടെ വേണം അതിൽ പ്രവർത്തനങ്ങൾ നടത്താൻ. കെട്ടിടം പിന്നെ പൊളിക്കുന്നതാണെങ്കിലും തറ മാന്തതാണെങ്കിലൊക്കെ തന്നെ വളരെ സൂക്ഷ്മത വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ പരിശോധനകളും നിർദ്ദേശങ്ങളുമാണ് നടക്കുന്നത്. റഡാറിന്റെ പരിശോധന തുടരുകയാണ്. റഡാറിന്റെ സിഗ്നലുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ അല്ലെ ഏതെങ്കിലും ഒരു കൃത്യമായ സ്പോട്ടിൽ ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി 2 മുറികളും കേന്ദ്രീകരിച്ചു. കാരണം ഏറ്റവും കൃത്യമായ സിഗ്നൽ അതിന്റെ ബ്ലൂ സിഗ്നൽ എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കി നടപടികളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം കാര്യം ചെയ്യുന്നത്. എന്തായാലും വീണ്ടും ഒരുപക്ഷെ അത് ഏതെങ്കിലും ജീവിയുടേതാകാം എന്ന രീതിയിൽ അവസാനിപ്പിച്ച് പോകാൻ തീരുമാനിച്ചിടത്ത് നിന്ന് സർക്കാരിന്റെ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സജീവമായ ഒരു നടപടിയിലേക്ക് പോവുകയാണ്. നമ്മളിപ്പം